ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അംഗം തുടങ്ങാൻ പോവുകയാണ്. അംഗം തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. എന്നാലും ഇന്നലെ രാത്രി 12 മണിക്ക് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ അഗ്നിപരീക്ഷ, ബിഗ് ബോസ് അഗ്നിപരീക്ഷ 12:15 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റിവ്യൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലോഞ്ചിങ് റിവ്യൂ. ഇന്നലെ 2 അഗ്നിപരീക്ഷയുടെ ലോഞ്ചിങ് ആയിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ സീസൺ 1, അഗ്നിപരീക്ഷ സീസൺ 1, അതുപോലെ തെലുങ്ക് ബിഗ് ബോസിന്റെ സീസൺ 10ന്റെ അഗ്നിപരീക്ഷ സീസൺ 2. ഇത് രണ്ടും ഇന്നലെ ആരംഭിച്ചു. അപ്പൊ നമുക്ക് തുടക്കം തൊട്ട് തന്നെ പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിന്റെ ആങ്കർ, തെലുങ്കില് ആങ്കർ ചെയ്യുന്നത് ശ്രീമുഖിയാണ്. മലയാളത്തിലാണെങ്കിൽ വന്നിട്ട് നമ്മുടെ റെനീഷയാണ്. രണ്ടുപേരും നല്ല മിടുക്കരാണ്. പക്ഷെ എനിക്ക് താരതമ്യേന കോസ്റ്റ്യൂമും അപ്പിയറൻസും എല്ലാം ഒരു ലോഞ്ചിങ് അപ്പിയറൻസും എല്ലാം ഏറ്റവും ബെറ്റർ ആയി തോന്നിയത് ശ്രീമുഖിയാണ്. റെനീഷ അത്ര ശ്രീമുഖിയായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇടിച്ച് വന്നില്ല. ഓക്കെ, അതേപോലെ ഇനി ജഡ്ജസ് വന്നിട്ട് നമുക്ക് മലയാളം അഗ്നിപരീക്ഷയ്ക്ക് വന്നിട്ട് ജഡ്ജസ് അഖിൽമാര, റിയാസ്, രഞ്ജിനി ഹരിദാസ്, 3 പുലിക്കുട്ടികൾ തന്നെയാണ്. പക്ഷെ ഈ പുലിക്കുട്ടികള് ഇച്ചിരി തണുത്തുപോയി. പുലിക്കുട്ടികളല്ലേ, പുലി ആയി വളർന്നിട്ടില്ല. അപ്പൊ ഇച്ചിരി തണുത്തുപോയി. നേരെ മറിച്ച് തെലുങ്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോ അത് നവദീപ്, അബ്ജിത്ത്, ബിന്ദു മാധവി, അവര് 3 പുലിക്കുട്ടികളല്ല, പുലികൾ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് സൂപ്പർ ജഡ്ജസ്. കഴിഞ്ഞ അഗ്നിപരീക്ഷ തൊട്ടേ ഞാൻ വിചാരിക്കണം ഇതുപോലുള്ള അഗ്നിപരീക്ഷ മലയാളത്തിൽ വരുവാണെങ്കിൽ ഇതുപോലുള്ള ജഡ്ജസ് വരണമെന്ന്. കാരണം അവരുടെ ആ ഒരു ജഡ്ജിങ് ഇതുണ്ടല്ലോ, എന്താ പറയാ, കൊതിയാവാണ് നമുക്ക് അത് കാണുമ്പോ. അയ്യോ, ആ സ്റ്റേജിൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്നുള്ളൊരു ആ ഒരു കൊതി ഉണ്ടല്ലോ, അത്. ഇനി മലയാളം അഗ്നിപരീക്ഷയിലോട്ട് വരുവാണെങ്കിൽ ടാസ്കിന്റെ കാര്യത്തില് എനിക്ക് കുറച്ച് എന്താ പറയാ, എനിക്കത് എന്തോ ഭയങ്കര ലോ ആയിട്ട് തോന്നി. ഇപ്പൊ 40 പേരാണ് മലയാളം ബിഗ് ബോസിലേക്ക് എൻട്രി പ്രതീക്ഷിച്ച് അഗ്നിപരീക്ഷയിൽ വന്നിരിക്കുന്നത്. 40 പേരാണ് മത്സരത്തിന് നിന്നത്. പക്ഷെ ആ 40 പേരിൽ വളരെ ഒരു എന്തോ എനിക്ക് അതൊരു എന്താണെന്ന് അറിയില്ല, എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ഒരു 40 പേർക്കും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂ ഉള്ള കാർഡ് ഉണ്ടാവും. ആ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ഓടിയിട്ട് ആ ക്യൂ ഉള്ള അതിന്റെ ആൻസർ ഉള്ള കീ അവിടെ ഉണ്ടാവും. ആ കീ കണ്ടുപിടിച്ചിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ 20 കീ ആണുള്ളത്. 20 പേരെ സെലക്ട് ചെയ്തിട്ട് അവരങ്ങ് അകത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇത് ബിഗ് ബോസിലേക്കുള്ള എൻട്രി അല്ലേ, വേറൊന്നിലേക്കുള്ള എൻട്രി അല്ലല്ലോ. അപ്പൊ തുടക്കത്തിൽ തന്നെ എന്താണ് ഇത്, എനിക്കൊന്നും മനസ്സിലായില്ല. അത് തെലുങ്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. തെലുങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ തെലുങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട്, അതായത് ഈ ഓഡീഷൻ മലയാളത്തിലെ പോലെ തന്നെ ഓഡീഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണല്ലോ അവിടെ ഉള്ളത്. ഈ ഓഡീഷൻ കഴിഞ്ഞ് വന്നവര് അവിടെ ഈ ജഡ്ജസിന്റെ മുമ്പിലേക്ക് 1 by 1 ആയിട്ട് വിളിച്ചു വരുത്തുവാണ്. അവിടെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മൈൻഡ് ഗെയിമാണ്. ഈ ടാസ്ക് അല്ല, മൈൻഡ് ഗെയിം. അത് തന്നെയായിരുന്നു മലയാളത്തിലും വേണ്ടതെന്നാണ് എന്റെ ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒപ്പീനിയൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിഗ് ബോസിലേക്കാണ് ആളെ സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ വേറൊരു ഗെയിം ഷോയിലേക്ക് അല്ല. ബിഗ് ബോസിൽ നമുക്ക് ഇടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡ് പവർ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മൈൻഡ് ഗെയിം തന്നെയായിരുന്നു വേണ്ടത്. തെലുങ്കില് മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മൈൻഡ് ബ്ലോയിങ് തന്നെ, നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള മൈൻഡ് ഗെയിം ആയിരുന്നു അവിടെ. ആദ്യം തന്നെ വന്ന ആളിന്റെ അടുത്ത് ഒരു ഗേളായിരുന്നു. ആ കുട്ടിയുടെ അടുത്ത് അവര് സംസാരിച്ച് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ഫോൺ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് സ്നാപ്ചാറ്റ് എന്തോ കാണുന്നു, അത് വായിക്കുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ അടുത്ത് പറയുന്ന, ആ കുട്ടിക്ക് ഫോൺ വീക്ക്നെസ് ആണെന്ന് പറയുന്ന ആ ഫോൺ സ്റ്റേജിൽ വെച്ച് അടിച്ചു പൊട്ടിക്കാനാണ് പറയുന്നത്. കഴിഞ്ഞ വർഷവും അഗ്നിപരീക്ഷയിൽ തെലുങ്കിൽ ഇതേ ടാസ്ക് ഉണ്ടായിരുന്നു. ആ ഫോൺ അവിടെ വെച്ച് അടിച്ചു പൊട്ടിക്കുകയാണ്. അതിനുശേഷം ആ കുട്ടിക്ക് ഷൂ വാഷ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഷൂ വാഷിംഗ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഗെയിം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം.
ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് അവർക്കൊരു സ്പീച്ചിന് ടൈം കൊടുക്കണു, അവരെ മൈൻഡ് ഗെയിം കളിക്കുന്നു, ഈ ജഡ്ജസ് അവരോട് മൈൻഡ് ഗെയിം കളിക്കുന്നു. പിന്നെ വേറൊരാളോടുണ്ടായിരുന്ന മൈൻഡ് ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജസിലും 3 ജഡ്ജസിലും ശ്രീമുഖി ആങ്കറിലും ഈ 4 പേരിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്യണം. അവരതിൽ പരാജയപ്പെട്ടു പോവുകയാണ്, അവരെ ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പൊ യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ മൈൻഡ് ഗെയിം ആയിരുന്നു തെലുങ്കില്. പക്ഷേ നമ്മള് ഇവിടെ മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മലയാളത്തില് വളരെ ഈ 20 പേരുണ്ടല്ലോ, ആദ്യം ഈ കീ ഓപ്പൺ ചെയ്ത ഈ 20 പേര്, ബാക്കി 20 പേരെ അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ റെനീഷ 20 പേരെയും കൊണ്ട് സ്റ്റേജിലോട്ട് വരുവാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ജഡ്ജസും അവരെ 3 ടീമാക്കുകയാണ്. അവരെ 3 ടീമാക്കിയതിനു ശേഷം ഇതിനിടയിൽ എൻ്റെ ഒരു അഭിപ്രായം, ഈ ജഡ്ജസ് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊരു സ്പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ തെലുങ്കിലെ പോലെ ഒരു ഒരു ഒത്തൊരുമയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. നമുക്ക് പോകെ മനസ്സിലാവും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ 20 പേരെയും കൊണ്ട് ഇവിടെ 3 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് അവർക്ക് ടാസ്ക് കൊടുക്കണേ. ടാസ്ക് കൊടുക്കുകയാണ് അവർക്ക്. ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടാസ്ക് വളരെ ചെറിയ ടാസ്ക് ആയി പോയി. ഒരു മൈൻഡ് ഗെയിമും ഇല്ല, ഒന്നുമില്ല. മൈൻഡ് ഗെയിം ഒക്കെ പിന്നേക്ക് വെച്ചതാണെന്ന് തോന്നുന്നു. പക്ഷെ ചുമ്മാ ഈ ടാസ്ക്, കുഞ്ഞു ടാസ്ക് കളിച്ചിട്ട് നല്ല മൈൻഡ് പവർ ഉള്ളവർ ഈ ടാസ്കിൽ ജയിക്കാതെ അവര് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് ബിഗ് ബോസ്. നിങ്ങൾ ജഡ്ജസും നിങ്ങളെ ക്രൂ ഇത് കൊടുത്തിരിക്കുന്ന ടാസ്കും വളരെ പരിതാപകരമായി പോകും. ആദ്യം മൈൻഡ് ഗെയിം ആയിരുന്നു വേണ്ടതെന്ന് ഉറച്ചൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസും സ്കെയിലും വെച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതില് വിന്നറായിട്ടുള്ള 3 പേരെ സെലക്ട് ചെയ്യുന്നു, ബാക്കി പേരെ ഡേഞ്ചർ സോണിൽ ഇടുന്നു. ഇതിൽ 3 പേരിൽ ഫസ്റ്റ് സൂപ്പർവൈറ്റ് ചെയ്തിട്ടുള്ള ആളിന് ഒരു ഇൻഫിനിറ്റി പെൻഡുലം ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിലെന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ അടുത്ത ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്ന ടാസ്ക് ആണെങ്കിൽ അതിലും വലിയ ഇത്. നമ്മുടെ പഴയ കുളങ്കരയില്ലേ, കുറെ റൗണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അവര് ജഡ്ജസിന്റെ പേരാണ് അതിൽ, കുളങ്കര എന്നൊന്നും അല്ല വെച്ചത്, ജഡ്ജസിന്റെ പേരാണ്. പേര് വിളിക്കുമ്പോ ഇന്ന പേരിൽ ഉള്ളി ചാടണം, ഇന്ന പേരിൽ ഔട്ടില്, ഇന്നത് റൈറ്റില്, ഇന്നത് ലെഫ്റ്റില് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ വളരെ നഴ്സറി കുട്ടികളുടെ ഒരു ടാസ്ക് ആയിപ്പോയി കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ടീമിനും കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗ്ലാസസ് വെച്ചിട്ടുണ്ട്, കുറെ ബോൾസ് കൊടുത്തിട്ടുണ്ട്. ആ ബോൾസ് ബൗൺസ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഇടണം. ഇതാണ് ടാസ്ക്. ഏറ്റവും കൂടുതൽ ബോൾസ് ആർക്കൊക്കെ കിട്ടുന്ന ആദ്യത്തെ 3 പേര് കയറും, ബാക്കിയുള്ളവരെ ഡേഞ്ചർ സോണിലാക്കും. എന്തടേ ഇത്? ബിഗ് ബോസിലേക്കുള്ള എൻട്രി അല്ലേ? ഒരു അറിയില്ല. ജഡ്ജസ് വളരെ തണുപ്പൻ പ്രതികരണമായിരുന്നു. തെലുങ്കില് ശ്രീമുഖി ആണെങ്കിൽ സൂപ്പർ, ജഡ്ജസിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. റെനീഷ അങ്ങനെ വരുമായിരിക്കും, പോകെ വരുമായിരിക്കും. പക്ഷെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ലോ ടാസ്ക് ആയിപ്പോയി. ബിഗ് ബോസ് ക്രൂ, അത് അഗ്നിപരീക്ഷയുടെ ക്രൂ, അതൊന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇത്തവണത്തെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ഷൂട്ടിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു, സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ നമ്മള് ഷോ കാണാൻ തുടങ്ങിയത് ഇന്നലെ ആണെന്നേ ഉള്ളൂ. അല്ല, ഇന്ന് രാത്രി പുലർച്ചെ 12 മണിക്കാണ് നമ്മൾ ഷോ കാണാൻ തുടങ്ങിയതെന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് കയറേണ്ടവരെയൊക്കെ ഓൾറെഡി ഔട്ടാവാം. കുറെ പേരൊക്കെ ഔട്ടായി, കുറെ പേരൊക്കെ സെലക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇനി അടുത്ത തവണയെങ്കിലും ക്രൂ മെമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കാരണം ബിഗ് ബോസിലേക്കുള്ള എൻട്രി ആണ്. മൈൻഡ് കപ്പാസിറ്റി ഉള്ളവരെ ആദ്യം തന്നെ മൈൻഡ് ഗെയിം കളിച്ച് മൈൻഡ് കപ്പാസിറ്റി ഉള്ളവരെ പിടിച്ചു നിർത്തി ബാക്കിയുള്ളവരെ പറഞ്ഞു വിടടേ. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് 30 25 പേരാണെങ്കിൽ അവരെ ടാസ്ക് കളിപ്പിച്ച് ജയിപ്പിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വിട്. ഇത് ചുമ്മാ ആദ്യം തന്നെ ടാസ്കും കളിപ്പിച്ച് കുറെ പേരെ ഡേഞ്ചർ സോണിലും ആക്കി. എന്തോ എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. ഞാൻ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കണം. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തെലുങ്ക് അഗ്നിപരീക്ഷ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഇത് മലയാളം മോശമെന്നല്ല, കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. കാരണം ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി ആയതുകൊണ്ട് വേറെ ഗെയിം ഷോ ഒന്നും അല്ലല്ലോ. അപ്പോ കഴിഞ്ഞ വർഷം കണ്ട് ഫാനായിട്ടിരിക്കുകയാണ് തെലുങ്കിന്റെ. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും തെലുങ്ക് മച്ച് ബെറ്റർ ആയിരുന്നു. ഇനി ഇന്നേക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇന്ന് 2 ലോഞ്ചിങ് കൂടി ഉണ്ട്. ഇന്ന് തമിഴ് കോമൺ മാൻ,
അതുപോലെ കന്നഡ അഗ്നി പരീക്ഷേ, ഇതിന്റെ രണ്ടിന്റെയും ലോഞ്ച് ഇന്ന് ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ലോഞ്ച് കണ്ടിട്ട് നമുക്ക് ഈ 4ന്റെയും ഫസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കമ്പാരിസൺ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മുടെ കമ്പാരിസൺ വീഡിയോ. തെലുഗു അഗ്നിപരീക്ഷ എപ്പിസോഡ് 1, അതായത് ഗ്രാൻഡ് ലോഞ്ച്, അതേപോലെ മലയാളം അഗ്നിപരീക്ഷ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് 1. ഓക്കെ, അപ്പോ നാളെ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലൈക്ക് അടിക്കണം, കമന്റ് ഇടണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. കാരണം ഞാനിത് നോക്കുമ്പോൾ എനിക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. ചുമ്മാ ആരും വെറുതെ കണ്ടുപോവുകയാണെങ്കിൽ എന്റെ ഇൻട്രസ്റ്റ് പോവും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ ഷോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.